അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോടെല്ലാവരോടും ചേർന്ന് ഞാനും ദൈവത്തിന് മഹത്വം കരയറ്റുകയും നിങ്ങളോട് വന്ദനം പറയുകയും ചെയ്യുന്നു. വചനപ്രഭാതത്തിൻ്റെ സന്ദേശം 10 പേർക്ക് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഷെയർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. യൂട്യൂബിൽ നിന്ന് ഈ മെസ്സേജ് കിട്ടും. യൂട്യൂബിൽ നിന്നൊന്ന് എടുക്കാൻ പിള്ളേരോടൊക്കെ പറഞ്ഞിട്ടൊന്ന് എടുപ്പിക്കണം. എടുത്തിട്ട് ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞൊരു സംഭവം അവിടെ കിടപ്പുണ്ട്. ഒന്ന് ഞെക്കി പിടിച്ചാൽ അറിയാതെ. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പേരുകൾ തപ്പിയെടുക്കണം. 1, 2, 3, 4, 5 പേർക്ക് ഒരുമിച്ച് അയക്കാം. 2 പ്രാവശ്യം അയച്ചാൽ 10 പേർക്ക്, 10 പ്രാവശ്യം അയച്ചാൽ 50 പേർക്ക്. സുവിശേഷ വേല ചെയ്യാൻ ഇത്രയും എളുപ്പമുള്ളൊരു കാലം. ഒരു കടലാസ് വേണ്ട, മഷി വേണ്ട, പൈസ വേണ്ട, ബസ്സിൽ കയറണ്ട, വീട്ടിലിരുന്നുണ്ട് ഫോർവേഡ് ചെയ്താൽ നിരാശയിലിരിക്കുന്ന ഒത്തിരി പേർക്കത് ഗുണം ചെയ്യുകയല്ലേ. നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ തിരിക്കാം. അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യുമെന്നല്ലേ നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. ഇന്ന് ഇളകാത്ത അടിസ്ഥാനത്തെക്കുറിച്ച് ധ്യാനിക്കാൻ ഇവിടെ തന്നെ വാക്യം ഉണ്ട്. 11-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യം. യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, അവിടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു, അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു, അവൻ്റെ കൺമോടുകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോകുമെങ്കിൽ ഈ 4-ാം വാക്യത്തിൻ്റെ അർത്ഥം എന്താ? യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, ഒരു ഇളക്കവും അവന് വരത്തില്ല. പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രവിദ്യ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. മനോഹരമായ വചനത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടെ ഇതാ സങ്കീർത്തനം എഴുതിയ ഭക്തൻ പറയുകയാണ്, നിങ്ങളിങ്ങനെ കമൻ്റൊന്നും പറയണ്ട, പറന്നു പോക്കൂ, അടിസ്ഥാനം മറിഞ്ഞുപോയി, ഒന്നും പറയണ്ട. യഹോവ സ്വർഗത്തിലുണ്ട്, വിശുദ്ധ മന്ദിരത്തിലുണ്ട്. അവൻ്റെ സിംഹാസനം സ്വർഗത്തിലാണ്, ഭൂമിയിലല്ല, പാകിസ്ഥാനിലല്ല. അവൻ്റെ സിംഹാസനം ഉക്രൈനിലല്ല, റഷ്യയിലല്ല. അവൻ്റെ സിംഹാസനം ന്യൂയോർക്കിലല്ല. അവൻ്റെ സിംഹാസനം ഓസ്ട്രേലിയയിലല്ല, ആഫ്രിക്കയിലല്ല, സ്വർഗത്തിലാണ്. ഒരു ബോംബിനും ഓടി എത്താൻ പറ്റില്ല, ഒരു റോക്കറ്റും ഓടിയെത്തത്തില്ല. അതുകൊണ്ട് മറിഞ്ഞു പോകത്തില്ല. The Lord is in his holy temple. The Lord is on his throne in heaven. He watches everyone on earth. His eyes study them. വളരെ സ്ഫുടമായ, കരുത്തായ, സ്ട്രോങ് പ്രോമിസാണിത്. ദൈവം സ്വർഗത്തിൽ ഉണ്ട്. അവൻ്റെ സിംഹാസനം സ്ട്രോങ് ആണ്. അവൻ്റെ കണ്ണുകൾ എല്ലാം കാണുന്നു. ഹീ വാച്ചസ് എവരി വൺ ഓൺ എർത്ത്. 800 കോടി മനുഷ്യരുടെയും ചലനങ്ങൾ അവിടുന്ന് കാണുന്നു, ഫോട്ടോ എടുക്കുന്നു. ഹിസ് ഐസ് സ്റ്റഡി ദം. കാണുക മാത്രമല്ല, സ്റ്റഡി ചെയ്യുകയാണ്. ചില ആണിക്കല്ലുകൾ അവിടെ കാണും, ഉറപ്പേറിയ ചില വസ്തുതകൾ ഇവിടെ കാണുകയാണ്. വിശ്വാസത്തിൽ ഉറയ്ക്കാൻ ഇതിൽ കൂടുതലൊന്നും വേണ്ട. ഇളകുന്ന മനസ്സുകളെ ഉറപ്പിക്കുന്ന ദൈവവചനമാണ് ഇപ്പോൾ കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഇമോഷണലാക്കാനല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ സ്ട്രോങ് ആക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ ഇമോഷണൽ ആകും, ഞാനും ആകും.
അത് മാത്രമൊന്നും പോരാ. ഇളകാത്ത ഉറപ്പേറിയ ബോധ്യങ്ങൾ ദൈവത്തിൽ നിന്നും വചനത്തിൽ നിന്നും നമുക്ക് ലഭിക്കാനുണ്ട്. ഒന്ന്, ദൈവം ഉണ്ട്. രണ്ട്, അവൻ സ്വർഗത്തിലാണ്. മൂന്ന്, അവിടുത്തെ കണ്ണുകൾ എപ്പോഴും വർക്കിംഗ് ആണ്. നാല്, അവിടുന്ന് എല്ലാം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. ദൈവമെല്ലാം കാണുന്നു, ദൈവമെല്ലാം നന്നായിട്ട് കാണുന്നു. അവൻ്റെ സിംഹാസനത്തിന് മാറ്റമില്ല. അവൻ ജീവിക്കുന്നു. God is alive. ഈ ബോധ്യം ഈ കമന്റ് പറയുന്നവരെ മുഴുവനും വെട്ടുക. പർവ്വതത്തിലേക്ക് പറഞ്ഞു നോക്കൂ, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു എന്നൊക്കെ നിങ്ങൾ പറയണ്ട. എനിക്കറിയാം കാര്യങ്ങൾ. എൻ്റെ ദൈവം ജീവിക്കുക, എൻ്റെ ദൈവം ജീവിക്കുന്നു. അവനെല്ലാം കാണുന്നു, അവനെല്ലാം അറിയുന്നു. അവനെല്ലാം കാണുന്നു, അവനെല്ലാം അറിയുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ തിരുവചന ശുശ്രൂഷ ദിവസേന നിങ്ങൾക്ക് ലഭിക്കുവാൻ പിന്തുടരുക